എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണ്. ഇന്നിപ്പോൾ മോന് പോളിയോ ഉണ്ട്, പോളിയോ കൊടുക്കാനായിട്ട് കൊണ്ടുപോകണം. അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ ഷോപ്പിങ്ങിന് പോകണം. അങ്ങനെ കുറച്ചധികം ജോലികളുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഇന്ന് കാപ്പി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ടുള്ള തോരൻ പരിപ്പെല്ലാം എന്താ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ കൂട്ടുമ്പോഴുള്ള ഈ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കുറേ പുതിയ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ് ഈ പറയണത്. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തോരൻ പരിപ്പ് നമ്മൾ വേവിക്കണ സമയത്ത് ഒന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് വേവിച്ച് അത് തിളച്ച് പൊങ്ങി വരുമല്ലോ. അപ്പോൾ ആ പൊങ്ങി വരുന്ന ആ പദം ഉണ്ടല്ലോ, അത് ഫുള്ള് നമ്മളങ്ങ് കോരിക്കളയണം. അതാണ് നമുക്ക് ഈ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാക്കുന്നത്. അതങ്ങ് മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ അതിനൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാമ്പാർ കൂട്ടുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കേശു ഒന്നും ഉറക്കം എഴുന്നേറ്റില്ല, അനന്തമുണ്ട്. അവർ രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോഴേക്ക് പാത്രങ്ങൾ കൊണ്ടുവരുന്ന ഒരു അങ്കിളുണ്ട്. ഞായറാഴ്ചയാണ് വരുന്നത്. ഇൻസ്റ്റാൾമെൻ്റായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ കുക്കറും അതുപോലെ തന്നെ 1-2 പാത്രങ്ങളൊക്കെ കൊടുക്കാനായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടോ എന്നാണ് ഞാൻ പോയി നോക്കിയത്. പാത്രങ്ങളൊക്കെ കൊണ്ടുവരുമല്ലേ, എത്ര വാങ്ങിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചാലും ഈ പാത്രങ്ങൾ കാണുമ്പോഴേക്കും എന്തോ അറിയാണ്ടങ്ങ് വാങ്ങിക്കാനൊരു ടെൻഡൻസി തോന്നും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ടെൻഡൻസിനെയും ആ ഒരു മനസ്സിലേക്ക് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. അനാവശ്യമായിട്ട് ഒരു പൈസ ഇനി പാഴാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ കൊടുത്തത് എൻ്റെ മനസ്സിലൊരു 50 രൂപയ്ക്ക് കിട്ടുള്ളൂ. പക്ഷേ അന്ന് 200 രൂപ കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്ന ആ കടവും അങ്ങ് തീർന്നു. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സാമ്പാറിൽ മലക്കറി ഇട്ടതിന് ശേഷം ഒറ്റ വിസിലിൽ അതിനെ അങ്ങ് വേവിച്ചെടുക്കും. സാധാരണ ഞാനങ്ങനെ കുക്കറിൽ വെച്ച് തോരൻ പരിപ്പ് വേവിക്കും, അല്ലാണ്ട് മലക്കറിയൊന്നും കുക്കറിൽ വെച്ച് അധികം അങ്ങനെ വേവിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ സമയക്കുറവും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഒരൊറ്റ വിസിലിൽ അതിനെ ഇങ്ങനെ വേവിച്ചെടുത്ത് ഒരുപാടായി വെന്തിങ്ങനെ കുഴഞ്ഞു പോയാൽ എനിക്ക് അത്ര താല്പര്യമില്ല. അങ്ങനെ കേശുവിനെ പോളിയോ എടുക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെയാണ് കൊണ്ടുപോകുന്നത്. രാവിലെ ആകുമ്പോഴേക്ക് തിരക്ക് കുറവാണല്ലോ. കേശുവിൻ്റെ അംഗൻവാടിയിൽ തന്നെയുണ്ട് പോളിയോ ബൂത്താണ് കേശുവിൻ്റെ അംഗൻവാടി. അങ്ങനെ രാവിലെ കേശു വന്ന് പോളിയോ എടുത്തതിന് ശേഷം കേശു ഇങ്ങനെ വായൊന്നും തുറക്കണില്ല, അടച്ചെന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ ടീച്ചർ കയ്യിൽ ആ ഒരു മാർക്കിംഗ് ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ കേശു ഓട്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ കേശുവിന് എന്തോ ഭയങ്കര ഒരു സംഭവം പോലെ. അങ്ങനെ പോളിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പോളിയോ കുടിച്ചിട്ട് പോണേ കേശുക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? പോളിയോ മരുന്ന് കൊള്ളായിരുന്നു അവനെ? ഡേ കുഞ്ചറാണി, ഓ അമ്മ എവിടെ പോകുന്നു? ഞാൻ എവിടെ പോവാൻ? ഇല്ല, ഇനി ഞായറാഴ്ച, ഇന്ന് കടയില്ലല്ലേ. അന്തൂരിയുടെ പറയാം മക്കളെ പോളിയോ കുടിച്ചെന്ന്. അവൻ കുടിച്ചില്ല അല്ല കേശുക്കുട്ട, കാണിച്ചു വിടും ഓട്ടിട്ടത്. അവൻ്റെ കയ്യിലില്ലല്ലോ, കണ്ടാടാ കേശു ഓട്ടിട്ടത്. അമ്മച്ചിയെ കാണിച്ചു വിട്ടു ചെല്ല്. അയ്യേ നിൻ്റെ കയ്യിലില്ലടാ, അമ്മച്ചിയെ കാണിച്ചു വിട്. അമ്മച്ചി കയ്യിൽ കണ്ട കേശു ഓട്ടിട്ടത് ഉണ്ട്, ഓട്ടിട്ട് അമ്മച്ചിക്കുണ്ടോ? അങ്ങനെ ഓട്ടൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഭയങ്കര ആളായിട്ടൊക്കെ നിൽക്കുകയാണ് കേശു. ഇനി കാപ്പി കുടിക്കണം. ഞാൻ പറഞ്ഞില്ല ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ ഈ പോളിയോ കുടിച്ചിട്ട് വന്നതിന് ശേഷമാണ് കാപ്പി കുടിക്കാനായിട്ട് പോണത്. അവിടെ അനന്ത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവൻ ഇതുവരെ പല്ലൊന്നും തേച്ചിട്ടില്ല. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക് കുറച്ച് മടിയായിരിക്കുമല്ലോ. എല്ലാ ദിവസവും രാവിലെയൊക്കെ എഴുന്നേറ്റും ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കൂളിൽ ഓടി അങ്ങനെയൊക്കെയല്ലേ പിള്ളേരെ ആ ഒരു ടൈം ടേബിൾ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ദിവസങ്ങളിൽ അവരങ്ങ് റിലാക്സ് ചെയ്യട്ടെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം ഈ തലയിൽ കെട്ടിയത് കുളിച്ചിട്ട് കെട്ടിയതല്ല, ഭയങ്കര വെയിൽ, അതുകൊണ്ട് തലയിൽ കെട്ടിക്കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വാഴയില എടുക്കണം, അതാണ് ഉദ്ദേശം. അങ്ങനെ വാഴയില എടുക്കാനായിട്ട് വന്നപ്പോഴേക്ക് കേശുക്കുട്ട എന്തെന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലും ഇല്ലാണ്ട് ഞാൻ ചോദിച്ചു, മോനെ നീ എൻ്റെ കൂടെ വരണമെന്ന് ചോദിച്ചപ്പോൾ വരണില്ല എന്ന് പറഞ്ഞ ആൾ
ഞാൻ ഇങ്ങ് വന്നപ്പോഴേക്ക് ചെരുപ്പ് പോലും ഇല്ലാണ്ട് വന്ന് ഇവിടെ ഇറങ്ങി. അങ്ങനെ എൻ്റെ ഇത് വഴക്കും കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പുറത്തെ ചേച്ചിയും അവിടുത്തെ അമ്മയെന്ന് വിളിച്ചിട്ടൊന്നും അവരെ ഒന്നും നോക്കണില്ല. ആൾ പിണങ്ങി നിൽക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വഴക്കെല്ലാം വാങ്ങിക്കൊണ്ട്. ഇനി ഞാനന്ന് കുറേ പുളിഞ്ചിക്ക പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെല്ലാം കീറി ഉപ്പും കായവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ ഒന്നിനി ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ന്യൂസ് പേപ്പറിലിട്ടായിരുന്നു ഇതൊക്കെ ഉണക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത് ചേച്ചി, അങ്ങനെ ചെയ്യരുത്, നിജി അങ്ങനെ ചെയ്യാൻ പാടില്ല, ന്യൂസ് പേപ്പറിലിട്ട് ഒന്നും ഉണക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ, അതുകൊണ്ട് എന്തായാലും വാഴയിലയിൽ തന്നെ ഉണക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാഴയിലയിൽ ഈ സംഭവങ്ങളെല്ലാം അങ്ങ് നിരത്തി വയ്ക്കണം. അപ്പോൾ ഒരു വാഴയില ഫുള്ളായിട്ട് എടുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ അങ്ങ് ഉണങ്ങിക്കോളുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഉണക്കി വെച്ചിരുന്നാൽ കുറച്ച് അധികം ദിവസം ഇത് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ളപ്പോഴെടുത്ത് ഉപ്പിലിടയല്ല അച്ചാറിടാം. പിന്നെ ഞങ്ങളെല്ലാം എന്നെ സംബന്ധിച്ച് അധികം നാളൊന്നും ഈ അച്ചാറൊന്നും ഇരിക്കൂല. എന്നാലും ഉള്ളതിനെ ഇങ്ങനെ പാഴാക്കി കളയാണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാലും നല്ലതല്ലേ. പിന്നെ കുറച്ച് അടമാങ്ങയൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. അങ്ങനെ കേശുവിനാണെങ്കിൽ ഈ പുളിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുളിഞ്ചിക്കായിരുന്നാലും ആളങ്ങ് ഒരെണ്ണമൊക്കെ നല്ലതുപോലെ അങ്ങ് കഴിച്ചോളും. അങ്ങനെ അതവിടെ ഉപ്പും പിന്നെ ഇതിലിപ്പാണ് ഉപ്പും കായവും മഞ്ഞപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ ഓടി വന്ന് ഒരെണ്ണം എടുത്ത് പിന്നെ അത് തലേ ദിവസം വൈകുന്നേരം കഴുകിയിട്ട തുണികളാണ്. ഇപ്പോഴെങ്കിലും എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രിയല്ല വൈകുന്നേരം ആകുമ്പോഴേക്ക് പിന്നെ എടുക്കേണ്ട ആവശ്യം വരില്ല. അത്രയും നരച്ചു പോയിട്ടുണ്ടാവും. അത്ര നമ്മൾ അവിടെ നിന്നാലും നമ്മളെ കൂടെ എരിച്ച് കളയണ വെയിലാണ്. മേളിൽ ഭയങ്കര വെയിലാണ്. അങ്ങനെ തുണികളെല്ലാം ഇനി അവിടെ നിന്ന് എടുക്കണം. അപ്പോഴേക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേശുവിനെ. അപ്പോൾ കേശു മുകളിൽ നിൽക്കുന്ന കണ്ടുകൊണ്ട് ചേച്ചി അവിടുത്തെ അടുക്കളയിൽ ആ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയം അവരോടെയൊക്കെ സംസാരിച്ചിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ കരുവാട് പൊരിക്കാനുള്ള തത്രപ്പാടിലാണ്. കരുവാടെന്ന് പറഞ്ഞാൽ ഉണക്കമീൻ, നമ്മുടെ തിരുവനന്തപുരംകാരുടെ കരുവാട്. അപ്പോൾ വാളക്കരുവാട് വാങ്ങിക്കൊണ്ടുവന്ന് ഇന്ന് മീനൊന്നും വാങ്ങിയില്ല. ഇന്ന് കരുവാട് കൂട്ടാനായിട്ടൊരു കൊതി. അങ്ങനെ ചമ്മന്തിയും കരുവാടും അച്ചാറുമാണ് ഇന്ന് ഉച്ചയ്ക്കുള്ളത്. അങ്ങനെ അമ്മ അവിടെ വാളക്കരുവാട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധാരണ എൻ്റെ വീട്ടിലായിരുന്നാലും ഞാൻ അല്ലാണ്ട് കണ്ടിട്ടുള്ളതല്ല കരുവാട് പൊരിക്കുന്നത് ഇതേപോലെ കീറിയിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ, ഉപ്പും കരുവാടാണ്. അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വെറുതെ അങ്ങ് പൊരിക്കലാണ്. പക്ഷേ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അമ്മ അങ്ങനെയല്ല പൊരിക്കണത്. എനിക്ക് ഇത് കൂട്ടിയതിന് ശേഷം കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കൂട്ടണത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ വീട്ടിലും വെറുതെ ഞാൻ പറഞ്ഞ പോലെ കരുവാട് മാത്രം പൊരിക്കുകയാണ്. ഇതിനെ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കരുവാട് പിന്നെ ഒരു കത്തിരിക്കേനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടും. അതുപോലെ തന്നെ 2-3 പച്ചമുളക് കീറിയിടും. ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിടും. ഇത്രയും സംഭവങ്ങളും കൂടെ വെച്ച് ഒരുമിച്ച് അതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം പൊരിക്കാൻ നേരത്ത് ആദ്യം കരുവാട് മാത്രം ഇട്ട് പൊരിച്ചെടുക്കും. ഫുള്ള് പൊരിച്ചിങ്ങനെ എടുക്കുമെന്നല്ല, ഒരുവിധം മൂത്ത് വന്നതിന് ശേഷം ബാക്കി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അതിലേക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് അത്ര എണ്ണ മാത്രം മതി. ആ എണ്ണയിലിരുന്നിട്ട് ഈ കരുവാടും ബാക്കി ഈ സംഭവങ്ങളും എല്ലാം നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഭയങ്കര രുചിയാണ് കഴിക്കാനായിട്ട്. ഇതും ചമ്മന്തിയും മാത്രം മതി, ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കരുവാട് പൊരിച്ച് കഴിക്കാൻ. പ്രത്യേകിച്ച് വാളക്കരുവാടാണ് ഇങ്ങനെ പൊരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. പോട്ടെ, ഇനി അത് കിട്ടൂല. ഇനി എങ്ങനെ എടുക്കണത്? ഇനി പോട്ടെ, ഇനിയിപ്പോൾ എന്തിനാണത്? അങ്ങോട്ട് പോണ്ട, ബോൾ എടുക്കാൻ പറ്റൂല. എന്ത് കേശു പടക്ക്, കേശു വേണ്ട, അത് പോട്ടെ, അത് കിട്ടൂല മോനെ, അത് പോട്ടെ. ആരെടുത്ത്? സതീശ മാമൻ്റെ അടുത്ത് പറയാം. കേശുവും അനന്തവും കൂടെ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നതാണ്. അവരെ ബോളങ്ങ് അപ്പുറത്ത് പോയി. അപ്പോൾ പിന്നെ ഇനി അതിനെ എടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അതിനെ വലിയ കാര്യമാക്കിയില്ല. മോൻ ഇവിടെ ചെറുതായിട്ട് ചെടുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും നോക്കിയപ്പോഴാണ് അവൻ്റെ ആ ഒരു കരച്ചിലും പിണക്കവും മാറ്റാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മാങ്ങ നിൽപ്പുണ്ടായിരുന്നത്.
മാങ്ങയെന്ന് വെച്ചാൽ കപ്പ മാങ്ങയാണ്, ഞങ്ങളുടെ ഫേവറേറ്റാണ് കപ്പ മാങ്ങ. അതിൽ മാങ്ങ കായ്ക്കണമെന്ന് നോക്കിയിരിക്കും പിള്ളേരെല്ലാം തന്നെ. ആ മാങ്ങ എല്ലാം എറിഞ്ഞിട്ടുകൊണ്ട് പോകുന്നത്. അപ്പം നോക്കിയപ്പോഴേക്കും താഴോട്ടൊരു 3 കപ്പ മാങ്ങ നിൽക്കണം. ഏറ്റവും ബെസ്റ്റ് നമ്മൾ അച്ചാറിടാനായിരുന്നാലും വെറുതെ കഴിക്കാനായിരുന്നാലും ഭയങ്കര രുചിയാണ് കപ്പ മാങ്ങയ്ക്ക്. എല്ലാത്തിനും തെളിവുണ്ട്. വണ്ടി ഉള്ളേച്ചി ഇത് വേറെയൊക്കെ ഇവിടെ ആരൊക്കെ കൊണ്ടിട്ടിരിക്കും. അണ്ണാ കണ്ടോ? ആ 3 എണ്ണം 3 എണ്ണം ഉണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ 3 എണ്ണം ഉണ്ട്. നമ്മളെ കൂടെ ചേനവിടെ തീയിട്ടടി. എല്ലാത്തിനും തെളിവുണ്ട്. 2000 രൂപ ഇവിടെ വീഴണമെങ്കിൽ അനന്ത് ചാടണേ. ആ കിട്ടി, തീർന്ന്. കണ്ണിമാങ്ങ എടുക്കണ്ട, അതിലിപ്പോ ബലം കിട്ടൂല അതിൽ പിടിക്കണത്. അത് നിക്കട്ടെണ്ണ. ഓ വീണു, ഒരെണ്ണം വീണ അനന്ത് കൂട്ടാ. കുപ്പിച്ചില്ലത്ത് ഉണ്ടാന്ന് നോക്കിയിട്ട് ചാട്. നോക്കി അവിടെ കുപ്പിയുണ്ട്. ഇല്ല 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 കുപ്പിച്ചില്ല. അവിടെ നില്ല, അവിടെ നിക്കാൻ. ഓ രശീര് 3 എണ്ണം കണ്ണിമാങ്ങ. അത് കണ്ണിമാങ്ങ താഴെ വന്നപ്പോ അത് വലിയ മാങ്ങയായി. കേശുവിന് ഓർമ്മയുണ്ട് വന്ന് ഉപ്പിലിട്ട് അടിച്ചത്. അങ്ങനെ മാങ്ങ എടുത്തോണ്ട് വന്നപ്പോഴേ കേശു പറയാനുണ്ട് നമുക്ക് ഉപ്പും മുളകും ഇട്ട് അടിച്ചടിച്ച് കഴിക്കാന്ന്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. മോനത് ഓർമ്മയുണ്ട്. മാങ്ങ എടുത്തപ്പോഴേക്കും നിന്റെ അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കുന്നത്. എപ്പോഴാടാ വിളിച്ചത്? നോണയാ അവളെ വിളിച്ച ആഹാരം കഴിക്കേ. ശ്രീകുട്ടി നീ വാങ്ങിച്ച ക്രോക്സ്? ഇന്നലെ കണ്ടല്ലേ? ശരി തന്നെ, എനിക്കും വാങ്ങിക്കണം ക്രോക്സ്. പിങ്ക് കളറാണ്. പിങ്കാ? ഇത് എത്ര രൂപയായി? 520 ഇപ്പോഴത്തെ തന്നെ ഇതിന്. അങ്ങനെ ഞങ്ങളിതാ മാങ്ങ അടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിതാ ഒരു നല്ലൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോഴേക്ക് അങ്ങ് കഴിച്ചോളാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ. ഒട്ടും പുളിപ്പൊന്നും ഇല്ലാത്ത മാങ്ങയാണല്ലോ കപ്പ മാങ്ങ. ഇതിനേക്കാളും വലുതാവും ഇതിൻ്റെ.
പിന്നെ ഇനി ഇപ്പം ഞങ്ങൾ അടുത്തില്ലെങ്കിൽ പിള്ളേർ കൊണ്ടുപോകും. നമ്മളങ്ങനെ നോക്കി നിർത്തി. ഞാനാണെങ്കിൽ മിക്ക ദിവസം നോക്കാം അതിൽ മാങ്ങ എങ്ങാനും ഉണ്ടോ എന്ന്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ താഴോട്ട് എന്തോ എൻ്റെ കണ്ണ് വെട്ടിച്ച് നിന്നുകൊണ്ടാണ് ഇത്രയെങ്കിലും വലുതായത്. പിന്നെ ഈ മാങ്ങ നമുക്ക് ഇത് മാത്രമേ തോട്ടം ഉണ്ടെങ്കിൽ അടക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല പൊക്കത്തിനാണ് ഈ മാവ് പോയേക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മാങ്ങയൊക്കെ എടുക്കാൻ. കൊച്ചു പിള്ളേരെല്ലാം വന്ന് അതിന് എറിഞ്ഞിടുകയാണ് ചെയ്യണത്. അവർ എറിഞ്ഞിടുന്ന സമയത്ത് ചോദിക്കുമ്പോഴേക്കും ഒരു മാങ്ങയൊക്കെ അവർ തരും. പിന്നെ കഴിഞ്ഞതിന് നമ്മൾ കുറേ ഇതുപോലെയൊക്കെ അടുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ കണ്ടില്ലേ, ഇനി കല്ലുപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ തല്ലണം. നന്ദുവിനാണ് കൂടുതൽ ഇഷ്ടം. അനന്തു ഇതിനൊക്കെ കൂടെ നിൽക്കുമെന്നേ ഉള്ളൂ. അവനങ്ങനെ മാങ്ങയൊന്നും കഴിക്കാറില്ല. കേശു പിന്നെ ഇതിനൊക്കെ അറ്റു നിന്നോളും. എൻ്റെ അതേ സ്വഭാവമാണ് കേശുവിനും. അങ്ങനെ ഞങ്ങളിതാ മാങ്ങ അടിച്ച് തല്ലി അതിനൊരു പരുവാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടില്ലേ, ഭയങ്കര രുചിയാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാങ്ങാണ്ടി പോലും നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴേക്ക്. അങ്ങനെ കണ്ടപ്പോൾ തന്നെ വായിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് സ്വഭാവമെന്ന് അറിഞ്ഞുകൂടാ അനന്തുവിന്. അവന് ഇതിനോട്ടൊന്നും ഒരു താല്പര്യവുമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിലോട്ട്. അങ്ങനെ അമ്മയ്ക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. നമുക്ക് ഈ മാങ്ങ എടുത്തിരിക്കും. നിനക്കത് മതി കേശു. ഈ മാങ്ങയിൽ നിന്നൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൊതി തോന്നുമല്ലോ. അങ്ങനെ കേശുവിനെ പഠിപ്പിക്കാനായിട്ട് മുകളിലാക്കി. ഇനി കിച്ചുവിന് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മാങ്ങ. ചേട്ടൻ എടുക്കരുത് പറഞ്ഞേട്ടാ. നിന്റെ മാങ്ങ ഇവിടെ തിന്നാ, അത്ര തിന്നാടാ. ഓഹോ, പെൻസിലുണ്ടോ ഇവിടെ? കേശു ചേട്ടനോടുത്തതാണത്. വേണ്ട താഴെ ഉണ്ട് കേശുവിന്, ചുമ്മാ തിന്നണ്ട. അങ്ങനെ അവിടുത്തെ മേളമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം ഒരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനായിട്ട് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി. കേശു രാമേന്ദ്രി അത് ഛർദിലിന്റെ മരുന്ന് കൊടുത്തപ്പോഴേ ചോറിൽ കൂടെ തുപ്പി ഒഴിച്ചു. അതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞിരുന്നു. കേശു രാമേന്ദ്രയിൽ എന്തിനാണ് പോണത്? ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കുക. ആർക്ക്? അമ്മയ്ക്കാക്കളെ? അയ്യോ, അവരെ വിളിച്ചില്ലല്ലോ അമ്മ. പറഞ്ഞ ഇപ്പൊ കേശുവിന്റെ അപ്പയും ചേച്ചിയൊക്കെ വരും. എവിടെയാടാ? അനന്തുവിന് ഡ്രസ്സ് മാറ്റണം. പെട്ടെന്ന് വരണേ. തുറയടാ അങ്ങോട്ട്. വേണ്ട ചേട്ടൻ പോയിട്ട് വരട്ടെ. നന്ദു തുറേ. കേശു പതുക്കെ ഇറങ്ങി വാ. എൻ്റെ അമ്മേനെ ഫ്രണ്ടിലാക്ക്. ഇറങ്ങടാ പൊന്നാ. തല ഇടിക്കല്ലേ. പിന്നെ ഗുളിയെ വെള്ളം ഇല്ലാതെ വിഴുങ്ങും. നിങ്ങൾ ഇവിടെ നിന്നാ മതി, എടുത്തോണ്ട് വരും. അമ്മ കയറ്. അമ്മച്ചിനെ ഫ്രണ്ട് ഇരുത്തിയിട്ട് ആനന്ദ് കയറി, എനിക്ക് സൈഡ് ഇരിക്കണം. നിന്റെ അമ്മ കയറിയിട്ട് ഞാൻ കയറാം. എല്ലാവരും കയറിക്കോ. അങ്ങനെ ഞങ്ങൾ രാമചന്ദ്രനിൽ പോണതാണ്. ഇവിടെ തിരുവനന്തപുരംകാർക്ക് എന്താഘോഷം വന്നാലും രാമചന്ദ്രനാണ് ആദ്യത്തെ പ്രിഫറൻസ്. അവിടെ ആകുമ്പോഴേക്കും നമുക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് പോയി വാങ്ങാനായിട്ട് പറ്റും. എല്ലാ പ്രൈസിലും ഉള്ള സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇങ്ങനെ വീട്ടിൽ കൊടുക്കുന്ന കുറച്ച് സാരി വാങ്ങണമെന്ന് പറഞ്ഞ് അമ്മയുടെ സാരിയൊക്കെ എല്ലാം ചീത്തയായി. പിന്നെ മോന് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അമ്മയ്ക്ക് അവിടെ പോയാലേ തൃപ്തി വരുള്ളൂ. അവിടെ നിന്ന് ഓയിൽ സാരി വാങ്ങിച്ചാൽ മാത്രമേ അമ്മയ്ക്കൊരു തൃപ്തി വരുള്ളൂ. അങ്ങനെ പിന്നെ അമ്മയ്ക്കത് വാങ്ങാനായിട്ട് പോയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച അടുത്ത ആഴ്ചയാണല്ലോ മോൻ്റെ ബർത്ത്ഡേ വരണത്. അപ്പോൾ പിന്നെ നമുക്കിനി സമയവും ഇല്ല പോയി വാങ്ങാനൊക്കെ. അപ്പോൾ മോനുള്ള ഡ്രസ്സും കൂടെ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. ഞായറാഴ്ച ദിവസമാണ്, പക്ഷേ വലിയ തിരക്ക് എപ്പോഴത്തെയും പോലുള്ള ഒരു തിരക്ക് ഇപ്പോൾ ഇല്ലായിരുന്നു പോയപ്പോഴേക്കും. അല്ലെങ്കിൽ ഈ സമയമൊന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര ഒരു തിരക്കാണ്.
സി ഐ ഡി മൂസ് ഇറങ്ങിയിട്ട് ഞാൻ +2 പഠിച്ചപ്പോഴാണ് സി ഐ ഡി മൂസ് ഇറങ്ങിയത്. ഞാൻ +2 പഠിക്കും. +1 +2 ആയിരുന്നു അപ്പോഴാണ് സി ഐ ഡി മൂസ് ഇറങ്ങിയത്. നിങ്ങൾ കല്യാണത്തിന് മുമ്പാ? 20 വർഷമില്ലായോ? ഇനിയിപ്പോ സി ഐ ഡി മൂസയുടെ സെക്കൻഡ് പാർട്ട് എടുത്ത ആരുമില്ല. ഒടുവിൽ കൃഷ്ണയില്ല, കൊച്ചിൻ ഖലീഫയില്ല, ക്യാപ്റ്റൻ രാജു ഇല്ല. വഞ്ചൂർ കോടതിയില് മറ്റേ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ ആയിരുന്നല്ലേ ഈ കോടതിയില്? നേര് ഇതാണ് നമ്മളെ വഞ്ചൂർ കോടതി. നേര് സിനിമയിലേക്ക് ഷൂട്ടിംഗ് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇതല്ലേ ഫ്രണ്ട്? നിനക്കറിയായിരുന്നു? ഇവിടെ അതല്ലേ ഞാൻ ചെയ്യണം. ഞാൻ ഇവിടെ അല്ലേ പഠിച്ചത്. നീ എന്നീ കോടതിയിൽ വന്നത്? ശ്രീകണ്ഠേശ്വര അമ്പലം. ഇനി ഇതിന് തൊട്ടിപ്പുറത്തൊരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്. നമ്മൾ കുറെ നാളായല്ലേ ഏട്ടാ ഇവിടെ വന്നിട്ട്? നമ്മൾ സ്ഥിരം വരുമായിരുന്നു ഇവിടെ ദുർഗാദേവി ക്ഷേത്രത്തിൽ. ഏതിന്റെ അടിയില്? ഓക്കെ ഓക്കെ ചേട്ടാ, അത് കേക്കാത്തോണ്ടിരിക്കുന്നു. അമ്മയുടെ ചെലവാണേ അമ്മ ഇന്ന്. അയ്യോ അത് കേട്ടപ്പോ അമ്മയ്ക്ക് ഒരു തളർച്ചയ്ക്കിടുന്നു. അമ്മ കഴിക്കണ്ട നമുക്ക്. ഇതാണ് പത്മതീർത്ഥക്കുളം. പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ആ കാണുന്നത്. എങ്ങോട്ട് പോയാ? എവിടെ വരെ? ഇത് എഴുതല്ല പത്മതീർത്ഥക്കുളം. ഇത് എവിടെ നോക്കിയാ? വണ്ടി കൊണ്ട് ഇടിച്ച് അതിനകത്ത് വേണം. അതുകൊണ്ട് അവര് തോക്കും കൊണ്ട് നിൽക്കണേണ്ട. നിങ്ങളിത് എവിടെ കൊണ്ടുപോണത്? പോയി അവര് തോക്കം കൊണ്ട് നിൽക്കണ അവന്മാരോ എന്തോ ടെററിസ്റ്റ് ഇടാൻ പറ്റൂലെന്നാ? പാർക്കിംഗ് ഇല്ല. ഇനി എങ്ങനെ തിരിച്ചു പോണ്ടേ? ഇതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. രാമചന്ദ്രൻ തന്നെ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഒന്ന് പഴവങ്ങാടി, ഇതാണ് പണ്ട് മുതലേ ഉള്ളത്. പിന്നെ ഒന്ന് ഇപ്പോൾ അട്ടക്കുളങ്ങര വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴവങ്ങാടിയിൽ അവിടെയുള്ള രാമചന്ദ്രനിലാണ് പോയത്. അവിടെ പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് പാർക്കിങ്ങിനൊന്നും സൗകര്യം കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് എത്തിയത്. അവിടേക്ക് ഇപ്പോൾ അറിയാമല്ലോ, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. എപ്പോഴും തോക്കും പിടിച്ചുള്ള പട്ടാളക്കാർ, ഇപ്പോൾ CSFകാരാണെന്ന് തോന്നുന്നു. അവരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളിതാ എങ്ങ് കൊണ്ടിട്ടിട്ടുണ്ട് വണ്ടിയെല്ലാം. ഇതെല്ലാം നമ്മളെ രാജഭരണത്തിൻ്റെ തിരുശേഷിപ്പുകളാണ്. ഇവിടേക്ക് ഇപ്പോൾ കടകളാണെന്ന് തോന്നുന്നു. അവിടേക്ക് ഹാൻഡിക്രാഫ്റ്റിൻ്റെ വർക്ക് കുറേ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഒരു ഗണപതി കാര്യങ്ങൾ. കേശു താഴെ വീഴല്. കപ്പലണ്ടി നമ്മളിപ്പോൾ ഇത് വാങ്ങിക്കാൻ പോവുകയില്ല. ഇപ്പോൾ കപ്പലണ്ടി വാങ്ങിക്കേണ്ട. ഇതാണ് നമ്മൾ തിരുവനന്തപുരംകാരുടെ പത്മതീർത്ഥക്കുളം. നോക്ക് കേശു, വലിയ മീൻ. നിറയെ മീൻ കേശു. അമ്മയോടെ പോയി. അമ്മ അതോ പോണേച്ചി. ആ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ആ കണ്ടില്ലേ, ആൾക്കാർ അത്രയും അമ്പലത്തിലോട്ട് പോണതാണ്. പിന്നെ ഇതോ അവിടെ ആ കാണുന്നതാണ് മേത്തമണി. നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രം, നമ്മളെ പത്മതീർത്ഥക്കുളം, മേത്തമണി. ഇതെല്ലാം മണിക്കൂർ. കുതിരമാളിക എവിടാ? നമുക്ക് കുതിരമാളിക വരണം കേട്ടോ ഒരു ദിവസം. അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ മേത്തമണിയുടെ ബാക്കിൽ കാണുന്നതാണ് കുതിരമാളിക. മറ്റേ ആ സീരിയലുണ്ടല്ലേ സ്വാമി അയ്യപ്പനൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെയായിരുന്നു. ഈ മേത്തമണി ഓരോ മണിക്കൂറും അടിക്കൂലേ? ഇപ്പം അടിക്കൂലേ? ഓ, അത് ചീത്തയായിപ്പോയി. ഇല്ലെങ്കിൽ 2 ആട് വന്ന് ഒരാളെ കവിളിൽ അടിക്കണത് കാണാമായിരുന്നു. അത് കാണാനായിട്ട് ആ സമയമാകുമ്പോഴേക്കും അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുക. ആ ഒരു ഇത് അങ്ങനെ ആ 2 ആടുകൾ വന്ന് അടിക്കണത് കാണാൻ. ഇവിടെ വീഡിയോ എടുത്തവർ പട്ടിയുടെ വീഡിയോ എടുത്തോണ്ട് പോയി. അവരുടെ നാട്ടിൽ പട്ടിയില്ലെന്തോ. ആ കിടന്ന തെരുവ് പട്ടിയുടെ വീഡിയോയും കൂടെ അവരെടുത്ത്.
ഈ പത്മതീർത്ഥ കുളത്തിൽ ഇതിൻ്റെ അടിയിൽ 3 കിണറുണ്ടെന്നാണ് പറയുന്നത്. ഈ കിണറ്റിൽ ഇവിടുത്തെ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്ന സാളഗ്രാമം ഉണ്ടല്ലോ, ആ സാളഗ്രാമത്തിൻ്റെ ബാക്കിയൊക്കെ ഈ കിണറ്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പണ്ട് ഒരാളെ ഇവിടെയാണ് ചവിട്ടിക്കൊന്നത്, ഒരു ഭ്രാന്ത് പിടിച്ച ഒരാളെ ചവിട്ടിക്കൊന്നതൊക്കെ ചവിട്ടി താഴ്ത്തിയതൊക്കെ ഈ കുളത്തിലാണ്. അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു കുളമാണിത്. കണ്ടില്ലേ, നല്ല വ്യൂ. കേശുവിന് നടക്കൂല. കരശിവ പാർവതി ക്ഷേത്രം, ചെറിയൊരു അമ്പലമാണത്. പിന്നെ അവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം. നമ്മളിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഫോട്ടോയിൽ ഈ ഒരു കുളം കൂടെ ഉൾപ്പെടുത്തിയാണല്ലോ കാണുന്നത്. ആ ഒരു കുളമാണ് നമ്മളിപ്പോൾ കണ്ടത്, പത്മതീർത്ഥക്കുളം. ഇഷ്ടംപോലെ മീനുകളുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഹനുമാൻ സ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ പാർവതി പരമേശ്വര ക്ഷേത്രം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് രാമചന്ദ്രനുള്ളത്. ഇവിടെ തന്നെയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങിയപ്പോഴേക്കും നല്ല ടയേർഡായിട്ട് അങ്ങോട്ടൊന്നും പോകാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ആദ്യം അമ്മയ്ക്ക് സാരി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ നേരെ രാമചന്ദ്രനിൽ വന്നിട്ടുണ്ട്. ആ ഒരു തെരുവ് ഫുള്ള് രാമചന്ദ്രക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചില കടകൾ മാത്രമേ അവരുടേതല്ലാതെ ഉള്ളൂ. അല്ലാണ്ട് ആ റോഡിന് ഇരു സൈഡും ഉള്ളതെല്ലാം രാമചന്ദ്രൻ്റെ കട തന്നെയാണ്. അപ്പോൾ വീട്ടിലുടുക്കുന്നത് അമ്മ മറ്റേ ഒരു കുഴഞ്ഞ സാരി, ഓയിൽ സാരി എന്ന് പറയും, അത് മാത്രമേ അമ്മ ഉടുക്കാറുള്ളൂ. അപ്പോഴേക്ക് അത് ഞങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് എടുത്ത് കൊടുത്താൽ മിക്കവാറും എനിക്കാണെങ്കിൽ ഇപ്പോഴും അതറിയില്ല ഏതാണ് ആ ഒരു മെറ്റീരിയൽ എന്ന്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓണത്തിനൊക്കെ ആയിരുന്നാലും അമ്മ പറയും എനിക്ക് ഓയിൽ സാരി വീട്ടിൽ കൊടുക്കാനായിട്ടുള്ള ഓയിൽ സാരി മാത്രം മതിയെന്ന്. ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും കുറേ പ്രാവശ്യം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് എല്ലാം മാറിപ്പോയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓണത്തിനൊക്കെ ആയിരുന്നാലും അമ്മയെ കൊണ്ടുപോയേ വാങ്ങുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഉടുക്കാൻ സുഖമുള്ള ആ ഒരു സാരി ആയിരിക്കില്ല ഞങ്ങൾ വാങ്ങണത്. അപ്പോൾ ചേച്ചിമാർക്കൊക്കെ അറിയാം, നാത്തൂമാരൊക്കെ കറക്റ്റായിട്ട് അത് വാങ്ങും. എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ചേട്ടന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ആൾക്ക് ഒട്ടും അറിയില്ല. അത് കൊള്ളാം ചേച്ചി. എത്ര അത്? ഒരെണ്ണം അത് ഇട്. അനത് കൂട്ടാ ഒരു കടി കിട്ടി. ഡോണറ്റ് ചോക്ലേറ്റ് ഇടുന്നോടാ. എല്ലാവരും ടിഷ്യൂ വാങ്ങിയിട്ടാ. നല്ല സാരി വാങ്ങിക്കണം. ഗുരുവായൂർ പോകുമ്പോൾ വർഷങ്ങളൊന്നുമല്ല. അമ്മ ഇപ്പൊ വീട്ടിൽ കൊടുക്കാനായിട്ട് വാങ്ങിയത്. പിന്നെ നല്ലത് പിന്നെ അല്ലേ കേശു, ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. ഇവിടെയാണെങ്കിൽ എപ്പോഴും ആൾക്കാരുണ്ട് പിള്ളേരെ കൊണ്ടുപോകണം. അനന്തു കേശുവിനെ നോക്കിയോ, അത് കൊള്ളാം. അവിടെ അനന്തുവിൻ്റെ അടുത്തുണ്ട്, അത് കൊള്ളാം ചേച്ചി. ആ ഇതും അത് തന്നെ അല്ലേ. അത് കൊള്ളാം ചേച്ചി. അത് എത്ര രൂപ? അത് അമ്മയ്ക്ക് ഉണ്ടായിരുന്നല്ലേ. ഇതെടാ, ഇത് കൊള്ളാം, അത് കൊള്ളാം, നല്ല സാരി. അങ്ങനെ അമ്മയ്ക്ക് സാരിയൊക്കെ എടുത്തിട്ട് ഇനി ബ്ലൗസ് പീസ് വേണമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയെ അവിടെ താഴെ ഇരുത്തിയിട്ട് ഞാനും ചേച്ചിയും നന്ദുവും കൂടെയാണ് മുകളിൽ പോയത് ബ്ലൗസ് പീസ് നോക്കാനായിട്ട്. ഇത് കട്ടിയുണ്ടല്ലോ, ഈ കട്ടി പോരെ? ഓ ഇത് കുഴപ്പമില്ല, കട്ടിയുണ്ടോ? എത്ര? 160. ഇനി ഒരു പച്ച വേണമെന്ന് പറഞ്ഞില്ലേ? അത് സെയിം തന്നെ, സെയിം.
കൊള്ളാമോ അമ്മ കളറുകൾ? കട്ടിയുണ്ട്, കട്ടി നോക്കി തന്നെ എടുക്കാം. എല്ലാം വെക്കണം, എല്ലാം കട്ടിയുള്ളത് തന്നെ. ഇനി എന്ത് കമ്പിളി കിട്ടും? സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങി ഇനി ബില്ല് ചെയ്യണം. അതിനുശേഷം കേശുവിന് ഷൂസ് വാങ്ങണം, എനിക്കൊരു ചെരുപ്പ് വാങ്ങണം, മോനുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പോഴേക്കും നോർമലായിട്ടുള്ള ഡ്രസ്സ് മാത്രം ബർത്ത്ഡേക്ക് എടുത്താൽ മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടനോട്. കഴിഞ്ഞതിന് നമ്മൾ അങ്ങനെയല്ലേ കോട്ട് സൂട്ട് മോഡലൊക്കെ എടുത്തിട്ട് അന്ന് ഒരു ദിവസം മാത്രമേ അവനത് ഇടാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് അങ്ങനെ നമുക്കിപ്പോൾ അങ്ങനെ പോവേണ്ട എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പിന്നീട് ഈ വർഷം ആയപ്പോഴേക്ക് അത് ആൾക്ക് ചെറുതായി. കൊച്ചു പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ അതാണല്ലോ ഏറ്റവും പ്രശ്നം. നമ്മൾ കറക്റ്റ് അളവിന് എടുക്കുമ്പോഴേക്കും അടുത്ത ബർത്ത്ഡേക്കൊന്നും അവർക്ക് ഇടാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നോർമലായിട്ട് ഒരു പാൻറ്റും ഷർട്ടും മാത്രം എടുത്താൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇതാ മോനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ. നീ അവിടെ നില്ല, അമ്മ നോക്കട്ടെ. അച്ഛനടുത്ത് പോയി നിന്നാണ് ഇങ്ങനെ നിൽക്കണത്. അവിടെ അച്ഛനടുത്ത് പോയി നില്ലേ? എമ്മിനെന്ത് അത് കൊള്ളാം കേട്ടോ. സൂപ്പർ. ബോഡി ഇന്നിപ്പോൾ അമ്മയുടെ വകയായിട്ട് 2 ടീഷർട്ടും മോനെ എടുത്തു കൊടുത്ത്. അപ്പോൾ ഞാനൊരു കാർഗോ പാൻറ്റും ഒരു ടീഷർട്ടും എൻ്റെ വകയായിട്ട് എടുത്തു കൊടുത്ത്. ചേട്ടന് 3 ടീഷർട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ടാണ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് വേറെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങണേക്കാളും രാമചന്ദ്രനിൽ വാങ്ങുമ്പോഴേക്കും നമുക്ക് നല്ല റീസണബിൾ റേറ്റിൽ സാധനങ്ങൾ വാങ്ങാനായിട്ടൊക്കെ പറ്റും. പിന്നെ ആ കിഡ്സിൻ്റെ സെക്ഷനല്ലേ, ഇതുപോലെ നല്ല ഭംഗിയായിരുന്നു അവിടെ മൊത്തം കാണാനായിട്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടൊന്ന് കേശുവിനെ കൊണ്ടുപോയില്ല, കാരണം ടോയ് കണ്ടാൽ കേശുവിൻ്റെ കാലിളവാൻ തുടങ്ങും. ആൾക്ക് പിന്നെ എന്തായാലും അത് വാങ്ങിക്കൊടുത്താലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോവാതെ അവനെ നൈസായിട്ട് അവിടെ നിന്ന് ഇറക്കി നേരെ ഇനി ഷൂ വാങ്ങാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതുപോലെ തന്നെ ക്രോക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേശുവിന്. അങ്ങനെ ക്രോക്സ് എന്ന് പറഞ്ഞ് ഒരു ക്രോക്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയാലും ആ ചെരുപ്പ് മാത്രമേ ഇടുള്ളൂ. ഇതിപ്പോൾ പിന്നെ ഒരു നല്ലൊരു ഷൂ വേണമെന്ന് വെച്ചിട്ട് ഇതൊരു ആംഗിൾ ഷൂ ആണ്, അങ്ങനെ അതും വാങ്ങി. അതൊക്കെ അവിടെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഇതൊക്കെ വാങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. പിള്ളേർക്ക് അങ്ങനെയല്ലേ, നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും അവരൊന്ന് പരിഗണിക്കണമെന്ന് തോന്നി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താൽ തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പിയാവും. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു, നന്ദുവിന് വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചെരുപ്പും എല്ലാം വാങ്ങിക്കൊണ്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായി നേരം. അപ്പോൾ ഇനി അങ്ങോട്ടൊന്ന് പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അങ്ങ് മടിച്ച്, നമുക്കിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഒരു ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഇന്നിനൊരു പാലുകാച്ചുണ്ട്, പിന്നെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം ഈ 2 സംഭവങ്ങൾക്കും പോവാനായിട്ട്. ഉത്സവം അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനി കൊണ്ടുവന്ന വാങ്ങിച്ച സാധനങ്ങളൊക്കെ നോക്കണതാണ്. അമ്മ സാരിയെല്ലാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മോൻ്റെ ടീഷർട്ടുകൾ ഇതൊക്കെയാണ് വാങ്ങിയത്. പിന്നെ എനിക്ക് 2 ചെരുപ്പ് വാങ്ങി. ഒന്ന് കടയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടും ഒന്നല്ലാണ്ട് ആയിട്ടുള്ള 2 ചെരുപ്പ് എനിക്ക് വാങ്ങിത്തന്ന്. മോനൊരു ഷൂ വാങ്ങി. എൻ്റെ ചെരുപ്പാണെങ്കിൽ ഓണത്തിന് വാങ്ങിയതായിരുന്നു, അത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എനിക്ക് വാങ്ങിയ 2 ചെരുപ്പുകൾ. മറ്റേത് നമുക്കിപ്പോൾ നോർമലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇടാനായിട്ടും, ഇതല്ലാണ്ട് നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ പല തത്തിക്കലും ഓരോ സംഭവങ്ങൾ വാങ്ങണത്. അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ച്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ
ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.